ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ജാതി ബ്രാഹ്മണനെയും ഭഗവത്ഗീത മുന്നോട്ട് വയ്ക്കുന്ന ബ്രാഹ്മണൻ്റെ ലക്ഷണവും അതൊരു മാനസികാവസ്ഥയാണ്, അതൊരവസ്ഥയാണ്, തീർച്ചയായിട്ടും മാനസികാവസ്ഥയാണ്. നമ്മൾ 45-ാമത്തെ ശ്ലോകത്തിൽ 18-ാം അധ്യായത്തിലെ 45-ാം ശ്ലോകത്തിൽ സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നരഃ സ്വകർമ്മ നിരതസിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. ഓരോരുത്തരും സ്വേ സ്വേ കർമ്മണി അഭിരത, അവരവരുടെ അവനവനിലുള്ള കർമ്മത്തിൽ തൽപരരായിട്ടുള്ള നരഃ, അഭിരത നരഃ മനുഷ്യർ, സംസിദ്ധിം ലഭതേ, അവർക്ക് ആ പരമമായ സിദ്ധിയെ അവർ പ്രാപിക്കുന്നു. അത് യഥാസിദ്ധിം വിന്ദതി, എങ്ങനെയാണ് ഓരോരുത്തരും ഓരോ സിദ്ധിയെ പ്രാപിക്കുന്നത് അതിനെക്കുറിച്ച് എന്നിൽ നിന്ന് കേട്ടാലും. ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇതുവരെയാണ്. ഭഗവത്ഗീത ഈ ഇത്തരം ഭാഗങ്ങളിലുള്ള സംശയങ്ങൾ, ചിലർ സംശയങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ സംശയങ്ങളെല്ലാം നമ്മളിത് തീർന്നതിന് ശേഷം ഓരോന്നായിട്ട് വിസ്തരിക്കുന്നതായിരിക്കും. അത്ര ഒരു ഇതിൻ്റെ ഒരു ഒഴുക്ക് നഷ്ടപ്പെടുത്തുന്ന സംശയങ്ങളല്ല എന്നുള്ളത് കൊണ്ട് ഏതായാലും എല്ലാ സംശയങ്ങൾക്കും നിവാരണം ഉണ്ടാവും ഇതിൽ നിന്ന്, ഗീതയിൽ നിന്ന് തന്നെ ഉദ്ധരണികളെ കൊണ്ട്. അപ്പോൾ സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം, അതിന് എന്താ പറയുക, അത് നിർത്തേണ്ടതില്ല. സംശയങ്ങളൊക്കെ നല്ലതാണ്, നമ്മളെ കൂടുതൽ കൂടുതൽ ഭഗവത്ഗീതയിൽ അടുപ്പിക്കാൻ നമ്മളെ സഹായിക്കും. കർമ്മസംബന്ധമായ സംശയങ്ങളൊക്കെ ഏറെക്കുറെ തീർന്നു എന്നാണ് തോന്നുന്നത്. ചിലത് ഒന്നുകൂടെ കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെയാണ്. തുടർന്ന് 46-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തദം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. എന്ത് മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളാണെന്നറിയോ. യതഃ പ്രവൃത്തിർഭൂതാനാം, യാതൊന്നിൽ നിന്ന്, ഭൂതാനാം പ്രവൃത്തി, ഭൂതങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഉണ്ടാകുന്നുവോ. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കർമ്മത്തിന്, ജന്മത്തിന് നിദാനമായിട്ടുള്ള കർമ്മത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. എന്താണത്? പ്രാരബ്ധ കർമ്മം. പിന്നീട് വരുന്ന കർമ്മം ആഗാമി, പിന്നീട് അത് സഞ്ചിതം, പക്വമായി പ്രാരബ്ധമാകുന്നത്. ഒന്നൊഴിയാതെ എല്ലാം തന്നെ ഭൂതാനാം പ്രവൃത്തി, ഭൂതങ്ങളുടെ യാതൊരു ഭൂതത്തിൽ നിന്ന് ആണ് ഈ കർമ്മങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മളതെല്ലാം വിസ്തരിച്ച് മനസ്സിലാക്കിയ പ്രപഞ്ചത്തിലെ ഓരോ ഘടകങ്ങൾ എങ്ങനെയാണോ, നമ്മുടെ അധിഷ്ഠാന ദേവതകൾ, പഞ്ചീകൃത പഞ്ചമഹാഭൂതങ്ങൾ, അതിലെ സാത്വിക രാജസിക താമസിക അംശങ്ങളെ കൊണ്ട് ഏതേത് ഇന്ദ്രിയങ്ങളെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ദ്രിയങ്ങളൊക്കെ, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നതിന് അതിൻ്റെ സഹായം എത്രത്തോളം നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ യഥ ഭൂതാനാം പ്രവൃത്തി, യാതൊന്നിൽ നിന്നാണോ ഈ ഭൂതങ്ങളുടെ മുഴുവൻ പ്രവൃത്തി കർമ്മങ്ങൾ ഉണ്ടാകുന്നത്. യേന, യാതൊന്നിനാൽ, ഇതം സർവം തതം, യാതൊന്നിൽ ഇതെല്ലാം വ്യാപ്തമായി ഇരിക്കുന്നുവോ, നിറയപ്പെട്ടിരിക്കുന്നുവോ, തം, അതിനെ, മാനവഃ, മനുഷ്യൻ, സ്വകർമ്മണ അഭ്യർച്ച്യ. ഇത് മനോഹര ശ്ലോകമാണെന്ന് അറിയോ. സ്വകർമ്മണ, സ്വന്തം കർമ്മം കൊണ്ട് അഭ്യർച്ച്യ, പൂജ ചെയ്തിട്ട്, സിദ്ധിം വിന്ദതി, സിദ്ധിയെ പ്രാപിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നത് ഏത് കർമ്മം എന്നില്ല, അതെല്ലാം തന്നെ എന്താണ്? ഈശ്വര പൂജയാണ്. ഭഗവാൻ രമണ മഹർഷി പറയുന്ന ഇതാണ്, ഈശ്വരാർപ്പിതം നേച്ഛയാ കൃതം ചിത്തശോധകം മുക്തിസാധകം. ഏത് കർമ്മവും എന്ത് ചെയ്യാം? ഈശ്വരാർപ്പണമാണ്. എങ്ങനെയുള്ള ഈശ്വരന്? അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. ഭഗവാൻ എന്ന് പറയുന്ന അഷ്ടമൂർത്തിധരനാണ്. നമുക്ക് മുൻ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള എൻ്റെ പ്രകൃതി ഭിന്നാ പ്രകൃതിരഷ്ടത, എൻ്റെ പ്രകൃതി അർജുന 8 പ്രകാരത്തിലാണ്. ഏതൊക്കെയാണത്? ഭൂമിരാപോ നലോ വായു ഖമ്മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടത.
പഞ്ചമഹാഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, മനസ്സ്, ഞാൻ എന്ന അഹങ്കാരം, ബോധം, ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ അഷ്ടപ്രകൃതികൾ. ആ അഷ്ടപ്രകൃതികൾ കൊണ്ടുള്ള അഷ്ടപ്രകൃതിക്കുള്ള പൂജനം തന്നെയാണ് എന്ത്? അഷ്ടമൂർത്തിഭൃത് ദേവപൂജനം. ഇത് ജഗത ഈശതി യുക്ത സേവനം. എല്ലാ കർമ്മങ്ങളും എന്താക്കുക? പൂജയാക്കുക എന്ന് പറയും. ഏത് കർമ്മവും. അതാണ് ഗോപികമാർ കാണിച്ചു തന്നത്. എല്ലാ കർമ്മങ്ങളും ഒന്നൊഴിയാതെ എല്ലാ കർമ്മങ്ങളിലും എന്താ, അവർ പാല് കടയുന്നതും തൈരെടുക്കുന്നതും കുട്ടികളെ കുളിപ്പിക്കുന്നതും മുറ്റടിക്കുന്നതും എല്ലാം ആ എന്താ പറയുക, ഗോപികാഗീതം എന്ത് മനോഹരമാണ്. അതിൽ അവരുടെ ഒരു അരവരിയുണ്ട്, അത് മാത്രം മതി ഗോപികൾ ഫുൾ മാർക്കോട് കൂടി പാസ്സാവുന്നത്. അതുകൊണ്ടാണ് നാരദർ ഭക്തിസൂത്രത്തിൽ ഭക്തിക്ക് നിർവചനം പറയുമ്പം യഥാ വ്രജഗോപികാനാം എന്ന് പറഞ്ഞത്. വ്രജത്തിലെ ഗോപികമാർ എങ്ങനെയാണോ ഭഗവാനെ കണ്ടത്, അവർ പറയുന്നത് എന്താ? അഖിലദേഹിനാം അന്തരാത്മദൃക്. അഖിലദേഹിനാം, ഏതൊക്കെ ദേഹം ധരിച്ചിട്ടുണ്ടോ അത് ഉറുമ്പ് മുതൽ അതിൻ്റെയൊക്കെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവായിട്ടുള്ള ദൃക്കാണ് അങ്ങ് എന്ന് പറയും. അപ്പം ഇവിടെ ഏതേത് കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ പൂർണ്ണമായിട്ടും എങ്ങനെയാണ് ഈ എല്ലാ കർമ്മങ്ങൾക്കും നിദാനമായിട്ടുള്ള ഒരു ശക്തിവിശേഷത്തെ അറിഞ്ഞതുകൊണ്ട് അവർ കർമ്മത്തെ പൂജയാക്കുന്നു. അത് ഇന്ന കർമ്മമൊന്നുമില്ല, വെറും കിണ്ടിയും വെള്ളവും സാമ്പ്രാണിയും കൊണ്ടല്ല പൂജ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചിന്മയാമിഷൻ്റെ പ്രതിജ്ഞയിൽ സ്വാമിജി നമുക്ക് പഠിപ്പിച്ചു തന്നത് സ്വരാജ്യ സേവനം സർവേശ്വര സേവനമാകുന്നു. ജനങ്ങളോടുള്ള ഭക്തി പരമാത്മാവിനോടുള്ള ഭക്തിയാകും. അതാ പ്രധാനം. സ്വരാജ്യ സേവനം തന്നെയാണ് സർവേശ്വര സേവനം. എന്താ രാജ്യസേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരാൻ വണ്ണം നടക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. രാജ്യം എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു സാധനമൊന്നുമില്ല. നമ്മൾ കുഴപ്പമുണ്ടാക്കാതെ നടക്കുക. ഇത് രാജ്യത്തിൻ്റെ ദേശീയ പതാക എടുത്ത് തലകും വിലകും വീട്ടിൻ്റെ മുന്നിൽ കെട്ടിത്തൂക്കിയിട്ടിട്ട് കള്ളനോട്ടടിയാണ് പരിപാടിയെങ്കിൽ എന്താ കാര്യം? വിധ്വംസ പ്രവർത്തനങ്ങളാണ്, മനസ്സും ദുഷിച്ചതാണെങ്കിൽ. തുടർന്ന് 47. അപ്പോൾ ഓരോരുത്തർക്കും എന്തു ചെയ്യാം? സ്വകർമ്മങ്ങളിലൂടെ ഈശ്വര പൂജ ചെയ്യാം. ഈശ്വര പൂജയ്ക്ക് ഇന്നത് എന്നില്ല. എന്തും നിങ്ങൾക്ക് പൂജയാക്കാം. മുമ്പ് ഈ ആശയം പറഞ്ഞതാ. എങ്ങനെയാ ആശയം? എപ്പോഴാണ് പറഞ്ഞത്? 4-ാം അധ്യായത്തിൽ 24-ാമത്തെ ശ്ലോകം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. വിസ്തരിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പല്ല് തേക്കുകയാണെങ്കിൽ അത് ബ്രഹ്മപൂജയാണ്. ഏത് കർമ്മവും ഇന്നതെന്നില്ല, ഏതും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും ഏതും സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം ഉൾപ്പെടെ അതൊക്കെ വളരെ ഉദാത്തമായ തലത്തിലാണ് അതിനെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊരു യജ്ഞമായിട്ട്, ഹോമമായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൽ വ്യാപരിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പം ഇന്ന കർമ്മമൊന്നുമില്ല. അതുകൊണ്ട് സനാതനധർമ്മത്തിൽ പാപകർമ്മം എന്ന് പറയുന്ന ഒരു കർമ്മം എങ്ങനെയാണ് അത് പാപമാകുന്നത്? അവരിന് ദോഷം ഉണ്ടാക്കുമ്പോഴാണ്. തുടർന്ന് ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവൻ നാപ്നോതി കിൽബിഷം. എവിടെയോ ഈ ശ്ലോകം കേട്ടതായിട്ടൊരു ഓർമ്മയില്ലേ? മുഴുവനായിട്ടല്ലെങ്കിലും പകുതി. നമുക്കാദ്യത് നോക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത്. സ്വനുഷ്ഠിതാത് നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട, പരധർമാത് അന്യൻ്റെ ധർമ്മത്തേക്കാൾ, വിഗുണഃ സ്വധർമ്മ ഗുണഹീനമാണെങ്കിലും സ്വധർമ്മം തന്നിൽ
നിക്ഷിപ്തമായ തനിക്ക് അനുവദിച്ച് തന്നിട്ടുള്ള അതിനെ ചെയ്യുക എന്നത് ശ്രേഷ്ഠമാണ്. നമുക്ക് പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് പകരം അന്യൻ്റെതിൽ ഇടങ്കോലിടാനാണ് താല്പര്യം. അപ്പോൾ തന്നെ അവർ പറയും, നിങ്ങളെ ഏൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്യൂ, ഇത് നിങ്ങളെ ഏൽപ്പിച്ചതല്ലല്ലോ, ഇത് ഞാൻ ചെയ്യാം, എന്നെയല്ലേ ഏൽപ്പിച്ചത്. അല്ല, നീ ചെയ്താൽ ശരിയാവില്ല, അതെങ്ങനെ നിനക്കറിയാം. പലപ്പോഴും നമ്മൾ കയറി അങ്ങോട്ട് പോലീസിൻ്റെ ധർമ്മം എടുക്കും, അവരുടെ ധർമ്മം എടുക്കും, ഇവരുടെ ധർമ്മം എടുക്കും. വേണ്ട, നമ്മുടെ ധർമ്മം മര്യാദയ്ക്ക് ചെയ്യുന്നേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഗാലറിയിൽ ഇരുന്ന് പന്ത് കളി ഭയങ്കര എന്താ പറയുക, കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞ ഇടങ്ങാറ് പിടിച്ച പരിപാടിയാണ്. അത് വേണ്ടെന്ന് പറയാം. ഇപ്പം സ്വധർമ്മം ശ്രേയാൻ, അത് ശ്രേഷ്ഠമാണ്. സ്വഭാവനിയതം കർമ്മ, സ്വഭാവം കൊണ്ട് കൃത്യമായി നമ്മിൽ സന്നിഹിതമായിട്ടുള്ള, അത് കൃത്യമായി നമ്മളിൽ എന്താ പറയുക സന്നിവേശിപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെയുള്ള സ്വഭാവനിയതം കർമ്മ, ആ കർമ്മത്തെ കുർവൻ, ചെയ്യുന്നവൻ, കിൽബിഷം ന ആപ്നോതി, പാപം അവനെ ബന്ധിക്കുന്നില്ല എന്ന് പറയാം. 3-ാം അധ്യായത്തിൽ ഇതേ ശ്ലോകം അവസാന പാദത്തിൽ ചെറിയ മാറ്റത്തോടു കൂടി ഭഗവാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവത്ഗീത റിവിഷൻ, എന്താ പറയുക, പഴയ മുൻ അധ്യായങ്ങളുടെ ഒരു റിവിഷൻ കൂടിയാണ് എന്നുള്ളതാണ്. അപ്പോൾ 3-ാം അധ്യായത്തിൽ 35-ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കൂ. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വധർമ്മേ നിധനം ശ്രേയഃ പരധർമ്മോ ഭയാവഹഃ. ആശയം എന്ന് തന്നെ, ഒരേ ആശയം. സ്വനുഷ്ഠിതാത് പരധർമാത് വിഗുണഃ, നല്ല പോലെ അനുഷ്ഠിച്ച പരധർമ്മത്തേക്കാൾ വിഗുണഃ, ഗുണരഹിതമാണെങ്കിലും സ്വധർമ്മ ശ്രേയാൻ, സ്വധർമ്മം ശ്രേയസ്കരമാണ്. അവിടെയാണ് പറഞ്ഞത് സ്വധർമ്മേ നിധനം. സ്വന്തം ധർമ്മത്തിൽ മരണം വരിക്കുന്നു എങ്കിൽ ശ്രേയ, അത് ശ്രേയസ്കരമാണ്. പരധർമ്മോ ഭയാവഹ, പരധർമ്മം അങ്ങേയറ്റം ഭയാനകമായിട്ടുള്ളതാണ്. ഇത് ഗീത ആവർത്തിച്ച് പറയുന്ന ഒന്നാണ്, സ്വധർമ്മവും പരധർമ്മവും. അപ്പോൾ സ്വധർമ്മത്തെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? എൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണോ, ഏതൊന്നിനാൽ പ്രഭാവിതമാണ്, ആ ഗുണങ്ങൾക്ക് അനുസൃതമായി ഞാൻ കർമ്മം ചെയ്യുക. അത് തന്നെയാണ്, അത് തന്നെ. ഈ രാമനെ സീത ഓർമ്മിപ്പിക്കുന്ന ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളുണ്ട്. നതു ബോദ്ധവ്യം കിന്തു സ്മാരയിതവ്യം. രാമൻ വനവാസകാലത്ത് തപശ്ചര്യയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ ഈ വാള് കൊണ്ട് ഓരോന്നിനെ വെട്ടി ജീവികളെയല്ല, വെറുതെ പുല്ലൊക്കെ ഇങ്ങനെ വെട്ടി മൂപ്പര് ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ സീത അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സീത പറയും, മാ ആര്യപുത്ര മാ, അരുത്. അപ്പം രാമന് തോന്നി ഇവളാര് എന്നെ ഉപദേശിക്കാൻ എന്ന മട്ടിലല്ല രാമൻ നോക്കിയപ്പോൾ സീത പറഞ്ഞു, അത് ബോദ്ധവ്യം കിന്തു സ്മാരയിതവ്യം. ഞാൻ അങ്ങയെ ഒന്നും പഠിപ്പിക്കുകയല്ല, അങ്ങയെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? ഇപ്പം ഈ കർമ്മം ചെയ്യേണ്ടുന്ന സമയമല്ല. ഹിംസാത്മകങ്ങളായിട്ടുള്ള ഒന്നും തന്നെ തപോവൃത്തിയിൽ കഴിയുന്ന സമയത്ത് അരുത്. ഇങ്ങനെ ഓർമ്മപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഭാര്യ ഭർത്താവിനെ ഓർമ്മപ്പെടുത്തുക, ഭർത്താവ് ഭാര്യയെ ഓർമ്മപ്പെടുത്തുക. അവിടെ എന്തില്ല? കുറ്റപ്പെടുത്തലുകളില്ല. ഏത് കാര്യവും നമുക്ക് ഓർമ്മപ്പെടുത്തൽ പോലെ നന്നായിട്ട് തന്നെ പറയാം. പലപ്പോഴും കുടുംബത്തിലെ മൊത്തം കശവിശയ്ക്ക് കാരണം എന്താണെന്നറിയോ? ഈ പറഞ്ഞ ഒരു വശവിശ ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിന് ഗീതയൊക്കെ ഗീത ഗുണപരമായി ഭവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഗാർഹസ്ഥ്യ ജീവിതത്തിൽ അതിനെ സുന്ദരതരമാക്കുന്നതിലാണ്. അവിടെയാണ് അതിന് ഏറ്റവും വലിയ പ്രസക്തിയുള്ളത്.
അപ്പോൾ സ്വകർമ്മം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എത്രയോ ഉദാഹരണങ്ങൾ മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എത്രയോ ഉദാഹരണങ്ങൾ. അത് അറവുശാലയിൽ ആടുമാടുകളെ അറക്കുകയാണെങ്കിലും അതിനെ വെട്ടി തൂക്കി കൊടുക്കുകയാണെങ്കിലും ഭാര്യയെ പരിചരിക്കുന്നതിലും ഭർത്താവിനെ പരിചരിക്കുന്നതിലും രക്ഷിതാക്കളെ പരിചരിക്കുന്നതിലൂടെ ഇങ്ങനെ പ്രസിദ്ധമായ അനേക കഥകൾ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഉണ്ട്. സ്വധർമ്മത്തിൻ്റെ മഹത്വം പറയുന്ന, ചുടുകാട്ടിൽ ശ്മശാനം മൃതശരീരങ്ങളെ ദഹിപ്പിക്കുന്ന ആളുടെ കാര്യത്തിലാണെങ്കിലും കർമ്മം ഓരോരുത്തരെ സംബന്ധിച്ചും ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ളതാണ്. ഏത് കർമ്മമാണെങ്കിലും ഇത് ഇന്നത് എന്നല്ല. അതുകൊണ്ട് നമുക്കത് സന്തോഷത്തോടും ഉത്സാഹത്തോടും താല്പര്യത്തോടും കൂടി ചെയ്യാൻ സാധിക്കണം. അതല്ലെങ്കിൽ അതവിടെ മടക്കി വെക്കാൻ പറഞ്ഞു. എന്നിട്ടോ വല്ല ഭിക്ഷ എടുക്കുന്നവരുടെ അടുത്ത് പോയി ഭിക്ഷ എടുക്കുക, എന്നിട്ട് വല്ലതും കഴിക്കുക. അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ സന്തോഷവും ഉത്സാഹം താല്പര്യം അതുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. ഇത് നമ്മൾ നാടൻ ഭാഷയിൽ പറയാറുണ്ട്, ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് പറയും. കർമ്മം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും അത് വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു എന്ന് തോന്നും. അയാൾ ആ സീറ്റിൽ ഇരിക്കുന്നത് നമുക്കിത് ചെയ്തു തരാനാണ്. പക്ഷേ എന്നാലും ഇതാണ്, നമ്മൾ കൊണ്ട് ചെന്ന സമയത്ത് 4:30 അപ്പോൾ മുമ്പൊരു നോട്ടമുണ്ട്. 5:30 മട്ടിലാണ് നോട്ടം. 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ഇതെന്താ നിങ്ങളിപ്പോൾ വന്നത്? എന്തപ്പോൾ വന്നാൽ ശരിയാവില്ലേ? 5 മണി വരെ ഓഫീസ് ഉണ്ടല്ലോ എന്ന് നമുക്ക് ചോദിക്കാൻ പേടിയാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം കണക്കാക്കി അയാൾ നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കാൻ പറ്റും. അങ്ങനത്തെ കുറേ വൃത്തികെട്ട ആളുകൾ. അപ്പോൾ ഓരോരുത്തരും ആ ജോലി ചെയ്യുമ്പം അത് എത്ര ഭംഗിയായിട്ട് ചെയ്യേണ്ടതാണ് ഉത്തരവാദിത്വത്തിൽ. തുടർന്ന് ഭഗവാൻ പറയുന്നു 48-ാമത്തെ ശ്ലോകത്തിൽ, സഹജം കർമ്മ കൗന്ദേയ സദോഷമപി നത്യജേത് സർവാരംഭാഹി ദോഷേണ ധൂമേനാഗ്നിരിവാവൃതാഃ. സഹജം കർമ്മ ഹേ കൗന്ദേയ, സഹജം കർമ്മ, സഹജമായ, സഹജം എന്ന് കേൾക്കുമ്പോൾ ഗുണങ്ങളിൽ നിന്ന് ആവിർഭൂതമായിട്ടുള്ള സാത്വികവും രാജസികവും താമസികവുമായിട്ടുള്ള ഗുണങ്ങളിൽ, അതിൻ്റെ സമ്മിശ്രങ്ങളിൽ നിന്നൊക്കെ പ്രകടമായിട്ടുള്ള ആ കർമ്മത്തെ സദോഷം അപി, അതിന് ദോഷമുണ്ടാകാം, പക്ഷേ നത്യജേത്, ത്യജിക്കരുത്. കർമ്മനിയമം അതുകൊണ്ടാണ് കവയോപ്യത്ര മോഹിതാഹ എന്ന് പറഞ്ഞത്. കവികൾ പോലും മോഹിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചില കർമ്മങ്ങൾക്ക് എന്തുണ്ട്? ദോഷമുണ്ട്. പക്ഷേ സദോഷം അപി, അതിന് ദോഷമുണ്ടെങ്കിലും നത്യജേത്, ത്യജിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഹി സർവാരംഭ, എല്ലാ കർമ്മങ്ങളും ധൂമേന അഗ്നിഹി ഇവ, എങ്ങനെയാണോ പുക കൊണ്ട് അഗ്നി മറയപ്പെട്ടിരിക്കുന്നത്, ദോഷേണ ആവൃതാഹ, ഇതുപോലെ എല്ലാ കർമ്മങ്ങളിലും ദോഷം ഉണ്ട്. ഏത് കർമ്മമാണെങ്കിലും അത് മുഴുവൻ ഇല്ലാതെ ആവണമെങ്കിലാണ് നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ മാറ്റമില്ല. ഏത്? യഥൈധാംസി സമിദ്ധോഗ്നി ഭസ്മസാത് കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തഥാ. അറിവാകുന്ന അഗ്നി ജ്വലിപ്പിച്ച് ആ വലിയ വിറകുകളെ എങ്ങനെയാണോ അഗ്നി ദഹിപ്പിക്കുന്നത്, അതുപോലെ ജ്ഞാനാഗ്നി എല്ലാറ്റിനെയും ദഹിപ്പിക്കും. അതുകൊണ്ടാണ് നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. അർജുന, അറിവിന് സദൃശമായി പവിത്രമെന്നെണ്ണാൻ ഇവിടെ ഒന്നും തന്നെ ഇല്ല, ഈ ദുനിയാവിലൊന്നുമില്ല. അതാണ് ഇതിനെ മുഴുവൻ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഏത്? ജ്ഞാനം. അപ്പോൾ ധൂമേന അഗ്നിഹി ഇവ ദോഷേണ ആവൃതാഹ, ദോഷത്താൽ മറയപ്പെട്ടത്. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? കർമ്മത്തെ ത്യജിക്കരുത്. ഏത് കർമ്മത്തെ? തന്നിൽ നിഹിതമായ കർമ്മത്തെ. അതുകൊണ്ട് എന്നെ കൊണ്ട് വയ്യ എന്ന് പറയരുത്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളിലും ഇല്ല ഞാനത്, നിങ്ങളാണത് പറയേണ്ടത് എങ്കിൽ, നിങ്ങളാണത് ചെയ്യേണ്ടത് എങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യണം, നിങ്ങൾ തന്നെ പറയണം. തുടർന്ന്
അസക്തബുദ്ധി സർവത്ര ജിതാത്മാ വിഗതസ്പൃഹ നൈഷ്കർമ്മ്യസിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി. ഇതും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. എല്ലാം പലതും നമ്മളെ ഓർമ്മിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഗീത അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ ഉപസംഹാര ഭാഗങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. സർവത്ര, എല്ലായിടത്തും, അസക്തബുദ്ധി ജിതാത്മാ, അസക്തബുദ്ധി, ആസക്തിയില്ലാത്ത ബുദ്ധിയോടുകൂടിയിട്ടുള്ള, രാമകൃഷ്ണദേവൻ്റെ എണ്ണ പുരട്ടി ചക്ക മുറിക്കുന്ന ആ ജിതാത്മാ, തന്നെ ജയിച്ചിട്ടുള്ള, വിഗതസ്പൃഹ, ആഗ്രഹങ്ങൾ, സ്പൃഹ എന്ന് പറഞ്ഞാൽ അതിനെ താലോലിക്കുകയാണ്, മുൻ അനുഭവങ്ങളെ, ആ സ്പൃഹകളെല്ലാം വിഗതമായിട്ടുള്ള, വിഗതസ്പൃഹ, അങ്ങനെയുള്ള അവൻ സന്യാസേന, ഇവിടെ എന്താ സന്യാസം? കർമ്മഫല ത്യാഗം. അല്ലാതെ കാവി ചുറ്റി രുദ്രാക്ഷം ഇട്ട് പേര് മാറ്റി തലമൊട്ടയടിക്കലല്ല. കർമ്മഫല ത്യാഗത്തിലൂടെ, ന്യാസത്തിലൂടെ, സന്യാസേന പരമാം നൈഷ്കർമ്മ്യസിദ്ധിം അധിഗച്ഛതി, പരമമായ നൈഷ്കർമ്മ്യസിദ്ധിയെ പ്രാപിക്കുന്നു. തുടർ. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ഭഗവാൻ മറ്റൊരു ചിന്തയിലേക്ക്, ഇതിൻ്റെ അനുബന്ധമായ ഒരു ആശയത്തിലേക്ക് അർജുനൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാ ആപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാ ജ്ഞാനസ്യ യാ പരാ. ഹേ കൗന്ദേയ, അർജുന, സിദ്ധിം പ്രാപ്തഃ ജ്ഞാനസ്യ, സിദ്ധിം നേരത്തെ പറഞ്ഞ നൈഷ്കർമ്മ്യ സിദ്ധിയെ, പ്രാപ്തഃ പ്രാപിച്ച, ജ്ഞാനസ്യ ജ്ഞാനത്തിൻ്റെ പരാനിഷ്ഠ ആ പരമമായ അവസ്ഥ, യാതൊന്നാണോ ആ ബ്രഹ്മം യഥാ ആപ്നോതി ഏത് പ്രകാരത്തിൽ അതിനെ പ്രാപിക്കാം, അതിനെ സമാസേന ഏവ മേ നിബോധ, ക്ഷമിക്കണം, സമാസേന അതിനെ ഞാൻ ചുരുക്കി നിനക്ക് ബോധിപ്പിച്ചു തരാം. വീണ്ടും 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 അർജുനനെ ഒരു പ്രകാരത്തിലല്ലെങ്കിൽ മറ്റൊരു പ്രകാരത്തിൽ ഭഗവാൻ അത്രയും സ്നേഹവായ്പോടുകൂടി നമ്മളോടൊക്കെ തന്നെ ഉള്ള സ്നേഹവായ്പ കൊണ്ട് വീണ്ടും ബോധിപ്പിക്കുന്നു. ഇതിലേതാ നമുക്ക് പിടികിട്ടുക, ഏത് വഴിയിലാണ് എളുപ്പത്തിൽ കത്തുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്നിൽ നിന്ന് നീ അത് കേട്ടാലും പറയും. ഇത് 3 ശ്ലോകങ്ങൾ, 51, 52, 53, മൂന്നും ഒരുമിച്ചാണ് അതിൻ്റെ അന്വയം ഇരിക്കുന്നത്. നോക്കാം. ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീൻ വിഷയാംസ് ത്യക്ത്വാ രാഗദ്വേഷൗ വ്യുദസ്യ ച വിവിക്തവാസി ലഗ്വാശീ യദവാക്കായമാനസഃ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിതഃ അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്യ നിർമ്മമഃ ശാന്തഃ ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മഭൂയായ കൽപ്പതേ വേദത്തിലെ, ഉപനിഷത്തിലെ മന്ത്രമാണ്. ബ്രഹ്മഭൂയായ കൽപ്പതേ. വിശുദ്ധയാ, നേരത്തെ പറഞ്ഞ സാത്വികമായ പരിശുദ്ധമായ ബുദ്ധിയോടുകൂടി, സാത്വിക ജ്ഞാനത്തോടു കൂടിയിട്ടുള്ള യുക്ത, ആ യുക്തനായ ധൃത്യ. അപ്പോൾ സാത്വികമായ ബുദ്ധി, സാത്വികമായ ധൈര്യം, ധൈ, അങ്ങനെയുള്ള അവൻ
ആത്മാനം നിയമ്യ, അവനവനെ നിയമനം ചെയ്തിട്ട്, ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ഉദ്ധരേത്. അവനവനെ നിയമനം ചെയ്യുന്നു, അവൻ എന്ത് ചെയ്യുന്നില്ല, ന അവസാദയേത് താഴേക്ക് കൊണ്ടുപോയി അവൻ അവൻ്റെ ശത്രുവായി മാറുന്നില്ല, മറിച്ച് ബന്ധുഹു ഇവ ബന്ധുവായി തീരുന്നു. ആ ബന്ധുവാവലിൻ്റെ ഏർപ്പാടാണ് ഇവിടെ പറഞ്ഞത്. ആത്മാനം നിയമ്യ, നിയമനം ചെയ്ത്, ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വ, ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളിൽ അതിൽ അഭിരമിക്കുന്നതിനെ പരിത്യജിച്ചുകൊണ്ട്, ഇന്ദ്രിയഗ്രാമം സംനിയമ്യ 12-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള മനസ്സുൾപ്പെടുന്ന എല്ലാ ഇന്ദ്രിയ കൂട്ടങ്ങളെയും നിയമനം ചെയ്ത്, ശബ്ദാദീൻ വിഷയാൻ ത്യക്ത്വ അതിനെ ത്യജിച്ചിട്ട്, രാഗദ്വേഷം, ഇഷ്ടം അനിഷ്ടം, ലാഭം നഷ്ടം, മാനം അവമാനം, എല്ലാ വിപരീതങ്ങളെയും എന്താണ് വ്യുതസ്യച്ച പൂർണ്ണമായി അവഗണിച്ച് തള്ളിക്കളഞ്ഞ് നിരാകരിച്ച്, എന്താണ് വിവിക്തവാസി വിജനതയിൽ വസിക്കുന്നവനായി, ഈ ബഹളങ്ങളിൽ നിന്നെല്ലാം വിട്ട് ആൾക്കൂട്ടത്തിൽ തനിയെ അങ്ങനെ വിവിക്തവാസി, ലഘ്വാശി അല്പമാഹാരം കഴിച്ച്, അത് നമ്മുടെ ശാപ്പാട് മുതൽ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി അതുവഴിയുള്ള ശാപ്പാടും വളരെ മിതമാക്കി, ലഘ്വാശി. യഥവാക്കായ മാനസഹ, ശരീരം വാക്ക് മനസ്സ് ഇതിനെയൊക്കെയോ അടക്കിയിട്ട്, വെറുതെ ഇങ്ങനെ ദിവസവും വളവള 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അടക്കിയിട്ട്, നിത്യം ധ്യാനയോഗപരഹ, ധ്യാനയോഗ നിഷ്ഠനായി, ഒരു ധ്യാനാവസ്ഥിത മനസ്സിൻ്റെ ഉടമയായിക്കൊണ്ട്, വൈരാഗ്യം സമുപാശ്രിത, വൈരാഗ്യത്തെ നന്നായി ആശ്രയിച്ചിട്ട്, വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിഗതഃ രാഗഃ, രാഗമില്ലായ്മ, ഏതിനോട്, അനിത്യമായതിനോട്, നിത്യമായതിനോട് വിശേഷേണ രാഗഃ, അതാണ് വൈരാഗ്യം. അങ്ങനെയുള്ള വൈരാഗ്യം സമുപാശ്രിത അതിനെ ആശ്രയിച്ചിട്ട്, അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ഒന്നും വിസ്തരിക്കേണ്ടതില്ല, അഹങ്കാരവും ബലവും ദർപ്പവും കാമം ക്രോധം ഇതിനെയൊക്കെ പരിഗ്രഹം വിട്ട്, വിമുച്യ പൂർണ്ണമായി പരിഗ്രഹം ഓരോന്നിനെയും പരിഗ്രഹിക്കാൻ, സ്വന്തമാക്കാൻ, തൻ്റേതാക്കാനുള്ളതിനെയൊക്കെ വിമുച്യ ഇതിനെല്ലാം പരിത്യജിച്ച്, നിർമ്മമഃ ഒന്നിനോടും ഒരു തരത്തിലുള്ള മമതയും സൂക്ഷിക്കാതെ, ശാന്തചിത്തനായി, മുൻപ് പറഞ്ഞ അന്തഃശീതളിമ അനുഭവിക്കുന്നവനായി, അങ്ങനെ ആരുണ്ടോ അവൻ ബ്രഹ്മഭൂയായ കൽപ്പതേ, ബ്രഹ്മാനുഭവത്തിന് ബ്രഹ്മഭാവത്തിന് അവൻ യോഗ്യനായിത്തീരുന്നു. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി. ആ നൈഷ്കർമ്മ്യ സിദ്ധിയെ, അതിനാണ് സന്യാസം എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ വിടുതൽ. അതിനെക്കുറിച്ച് വീണ്ടും പറയുകയാണ് ആ സിദ്ധിയെ 54-ാമത്തെ ശ്ലോകത്തിൽ. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമഃ സർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം. 12-ാം അധ്യായത്തിൽ ഭഗവാന്റെ ലക്ഷണം, ആ ഭക്തൻ്റെ ലക്ഷണമൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ. ബ്രഹ്മഭൂത ബ്രഹ്മമായി ഭവിച്ചിട്ടുള്ള അവനെന്താണ്, പ്രസന്നാത്മാ ആ ആത്മപ്രസാദം ലഭിച്ചവൻ, ഇതരങ്ങളായിട്ടുള്ള എന്തെങ്കിലും ഒന്നിൻ്റെ സാന്നിധ്യമോ അസാന്നിധ്യമോ തൻ്റെ വ്യക്തിത്വത്തിൽ യാതൊരു തരത്തിലുള്ള ഇളക്കവും സൃഷ്ടിക്കാതെ ആത്മരതി ആത്മതൃപ്തി ഇതൊക്കെ അനുഭവിക്കുന്നവൻ. അങ്ങനെയുള്ള അവനെ സംബന്ധിച്ച് ന ശോചതി ഒന്നിനെയും
കുറിച്ചും അവനെന്തില്ല, ദുഃഖിക്കുന്നില്ല. ന കാംക്ഷതി, ഒന്നിനെയും ആഗ്രഹിക്കുന്നുമില്ല. പിന്നെയോ സർവേഷു ഭൂതേഷു സമ, സർവഭൂതങ്ങളിലും സമം ഹി ബ്രഹ്മ, ആ ബ്രഹ്മത്തെ അവൻ കാണുന്നു. പരാം മത് ഭക്തിം ലഭത്തെ, അങ്ങനെയുള്ളവന് പരമമായ എൻ്റെ ഭക്തിയെ ലഭിക്കുന്നു. നാരദ ഭക്തിസൂത്രത്തിൽ, നാരദ ഭക്തിസൂത്രവും നമ്മൾ പഠിക്കേണ്ടതാണ്, തീർച്ചയായിട്ടും നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഈ ഗീതയൊക്കെ കേട്ട് കഴിഞ്ഞ് നാരദ ഭക്തിസൂത്രം എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ഓടിച്ചു വിട്ടാൽ തന്നെ മനസ്സിലാവും. നമുക്ക് നോക്കാം, ഒക്കെ പഠിക്കാനുണ്ട്. രാമായണം വേണം, മഹാഭാരതം വേണം, ഭാഗവതം വേണം, നാരായണീയം വേണം, എല്ലാം ഉണ്ടല്ലോ. എത്ര കാലം ശരി അനുവദിക്കുന്നു അത്രയും കാലം നമുക്കിങ്ങനെ പോവാം. ആരോ ചോദിച്ച് പോകാമെന്ന് പറഞ്ഞ പോലെ പറഞ്ഞു പോവാം. അപ്പോൾ അവിടെ എന്താണ്, നാരദ ഭക്തി സൂത്രത്തിൽ നാരദർ പറയും യല്ലബ്ധ്വ എന്ന് പറഞ്ഞാൽ യാതൊന്ന് ലഭിച്ചിട്ട്, ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ, പുമാൻ മനുഷ്യൻ, സിദ്ധോ ഭവതി അമൃതോ ഭവതി തൃപ്തോ ഭവതി, യത് പ്രാപ്യ ന കിഞ്ചിത് വാഞ്ചതി ന ദ്വേഷ്ടി ന രമതേ ന ഉത്സാഹി ഭവതി. അവിടെയും നോക്കൂ, നാരദ ഭക്തി സൂത്രത്തിൽ ഭക്തിക്ക് നൽകിയ നിർവചനവും ഇവിടെ വരുമ്പം ഭക്തിക്ക് നൽകുന്ന നിർവചനവും രണ്ടും രണ്ടാണോ? അല്ല. നമ്മൾ നൽകുന്ന ഭക്തിയുടെ നിർവചനം എന്താ? രാവിലെ എണീറ്റ് നട തുറക്കുന്നതിന് മുമ്പ് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങനെ അമ്പലത്തിൽ പോയി, ഇതൊന്നും അമ്പലത്തിൽ പോകുന്നു നട തുറക്കുന്നതിന് മുമ്പ് അവിടെ എത്തുന്നതൊന്നും മോശമാണെന്നുള്ളതല്ല. പക്ഷേ ഇതാണ് ഭക്തി എന്ന് നമ്മൾ കരുതി, അതാ പ്രശ്നം. അതാണ് ഭക്തി എന്ന് ധർമ്മശാസ്ത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതാണ് വേറൊരു കോമഡി. തുടർന്ന് 55-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. അടിവരയിടേണ്ട ശ്ലോക, ഗംഭീരമായിട്ടുള്ള ശ്ലോകം. എന്താ പറയണത്? ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യഹ ച അസ്മി തത്വതഃ തതഃ മാം തത്വതഃ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭഗവാനെ അറിയേണ്ടത് എങ്ങനെ എന്ന് പലയാവർത്തി പറയുന്നുണ്ട്. എന്നെ മനുഷ്യനെ പോലെ, മനുഷ്യൻ്റെ ഒരു ശിശുവായിട്ട്, അതായത് യശോദയുടെയും ദേവകിയുടെയും വസുദേവരുടെയും നന്ദഗോപൻ്റെയും ഒക്കെ പുത്രനായിട്ട് എന്നെ കാണുന്നവർ എന്നെ അവമാനിക്കുന്നതാണെന്നാണ് ഭഗവാൻ മുമ്പ് പറഞ്ഞത്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതാഹ പരംഭാവമജാനന്തഃ മമ ഭൂതമഹേശ്വരൻ. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അവർ അവമാനിക്കുന്നു. ആരാണ് അവമാനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. മൂഢാഹ എന്നാണ് പറഞ്ഞത്, മൂഢന്മാർ. ഇവിടെ ഇപ്പം എന്താ പറയണത്? ഭക്തിയാ സഹ, അവൻ, ഭക്തിയാ ഭക്തി കൊണ്ട്, മാം എന്നെ, യഹ യാതൊരുവൻ, യാവാൻ ച അസ്മി ഞാൻ എങ്ങനെയിരിക്കുന്നവനാണ് എന്ന് അവൻ, തത്വതഃ താത്വികമായി, അഭിജാനാതി അറിയുന്നു, ജന്മകർമ്മജമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. മുമ്പ് പറഞ്ഞതാ, എൻ്റെ ജന്മവും എൻ്റെ കർമ്മവും താത്വികമായി അറിയണം, അല്ലെങ്കിൽ നീ പെട്ടുപോകും അർജുന. അപ്പോൾ ജന്മവും കർമ്മവും ഒരു രഹസ്യമാർന്നതാണ്, അതിൽ തത്വചിന്തയ്ക്ക് വകുപ്പുണ്ട്. ഇവിടെയും എന്താണ്? തത്വതഃ അഭിജാനാതി, താത്വികമായി ആരറിയുന്നു, തതഃ എന്നിട്ട്, മാം തത്വതഃ എന്നെ പരമാർത്ഥമായി, ജ്ഞാത്വ അറിഞ്ഞിട്ട്, ഞാൻ ആരാണ്, മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. 10-ാം അധ്യായത്തിൽ ഈ വിശ്വം മുഴുവൻ ആയിരിക്കുന്ന ഭഗവാൻ എല്ലാറ്റിലും സൂര്യനായി, ചന്ദ്രനായി, അഗ്നിയായി, വായുവായി, ആകാശമായി, പഞ്ചമഹാഭൂതങ്ങളായി, എല്ലാമായി
മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായി ഈ വിശ്വത്തിൽ യാതൊന്നും തന്നെ ഇല്ല എന്ന് അതിൻ്റെ കാര്യകാരണ രൂപത്തിൽ ബോധിപ്പിച്ചിട്ടുള്ള ആ വിധത്തിലല്ല വീണ്ടും ഭഗവാനെ അറിയുന്നത് എങ്കിൽ അവൻ്റെ കാര്യം പോക്കാം. അവൻ്റെ കാര്യം പോക്കാണ് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പലയിടത്തും പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു തത്വതഃ ജ്ഞാത്വ, ആ താത്വികമായിട്ടുള്ള അറിവ് അവൻ എന്താ ചെയ്യുന്നത്? തദനന്തരം, അതിനുശേഷം അതിലേക്ക് വിശദേ പ്രവേശിക്കുന്നു. ഭഗവാനിലേക്ക് അവൻ എന്ത് ചെയ്യുന്നു? പ്രവേശിക്കുന്നു എന്ന് പറയാം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വിവേകാനന്ദ സ്വാമികളുടെ പ്രസിദ്ധമായ വാക്കുണ്ട്, മാൻ മസ്റ്റ് റിയലൈസ് ഗോഡ്, ഫീൽ ഗോഡ്, സീ ഗോഡ്, ടോക്ക് ടു ഗോഡ്, ദാറ്റ് ഈസ് റിലീജിയൻ. അതെ, നമുക്ക് ഇന്നൊരാൾ നമ്മുടെ ഗീത കേൾക്കുന്ന അഡ്വക്കേറ്റ് എടമന നാരായണൻ ഒരു എന്താ പറയുക, മുത്തപ്പൻ ഒരു കുട്ടിയെ എടുത്ത് നിൽക്കുന്ന, അതിനെ താലോലിക്കുന്ന ഒരു ഇത് വീഡിയോ അയച്ചു. നല്ല രസമാണ്. ഈ ഇങ്ങനത്തെ വേഷങ്ങളും ഇതൊക്കെ കണ്ടുണ്ട കണ്ണും വലിയ കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ളത്. കുട്ടി ഇങ്ങനെ ഭയങ്കര ഉത്സാഹത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുക. മുത്തപ്പൻ ഈശ്വരനാണ്, ദൈവമാണ്. നമ്മളത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. മാറുക മാറുക എന്ന് പറയുന്നതിന് പകരം മാറോട് ചേർക്കുന്ന ദൈവം എന്നിട്ട് പറയുന്നുണ്ട്. മുത്തപ്പൻ പറവകളെ എങ്ങനെയാണോ പറവ അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഉള്ളിൽ ഒതുക്കുന്നത്, അതുപോലെ മുത്തപ്പൻ കാക്കാം. അങ്ങനെയാണ് ആ ഒരു അവരുടെ രീതി. അങ്ങനെ പോരെ, അങ്ങനെ കാത്താൽ പോരെ. ഒരു മൂപ്പരുടെ കണ്ണെഴുതിയിരുന്ന് മഷിയെടുത്തിട്ട് അതിന് നെറ്റിയിലും കണ്ണ് തട്ടാതെ കണ്ണ് കാഴ്ചകൾ കാണട്ടെ, മൂക്ക് തട്ടാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഭാഷയിൽ, മുത്തപ്പൻ ദൈവത്തിൻ്റെ ഭാഷയാണ്, ആ ഭാഷയിൽ സംസാരിക്കും. നമ്മളവിടെ പോയിട്ടുള്ള കണ്ണൂരിൽ ഈ അടുത്തും പോയതാണ്. ചോറൂണിനിങ്ങനെ നമ്മൾ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, ചോറൂണിനിങ്ങനെ നിരത്തി കുട്ടികളെ കാണാം. ഒരെണ്ണം കരയുണ്ട് ഈ മുത്തപ്പനെ കണ്ടാൽ കരയാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്, പേടിയാവും. പക്ഷെ ഒറ്റ കുട്ടിക്ക് അതില്ല. എല്ലെണ്ണത്തിനും ഭയങ്കര രസമാണ് മുത്തപ്പൻ. ചെറിയ പിടുങ്ങുകൾ, അത്ഭുതമാണത്. നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.